Hello everyone, welcome to CS Classroom. നമ്മൾ മെഷീൻ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. PCCST 503 കോഴ്സ് സബ്ജക്റ്റ് ആണ് ഫിഫ്ത് സെമസ്റ്ററിലെ. മൊഡ്യൂൾ 1 വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. മെഷീൻ ലേണിംഗ് എന്താണ്, അത് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് നിന്ന് എങ്ങനെ വ്യത്യാസമാണ്, പിന്നെ അതിൻ്റെ മെഷീൻ ലേണിംഗ് പാരഡൈംസ്, എത്ര ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് ഉണ്ട്, അതായത് സൂപ്പർവൈസ്ഡ്, എങ്ങനെയൊക്കെയാണത് മെഷീൻ ലേണിംഗ് എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ദെൻ പാരാമീറ്റർ എസ്റ്റിമേഷൻ, അതിൽ കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ പോസ്റ്റീരിയോറി എസ്റ്റിമേഷൻ, ബേസിയൻ ഫോർമുലേഷൻ, ഇത് ബേസിക്കലി പ്രോബബിലിസ്റ്റിക് ആണ്. കുറച്ച് മാത്തമാറ്റിക്കൽ ഐഡിയാസ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. പിന്നെ സൂപ്പർവൈസ്, ദെൻ നമ്മൾ ആ പാരഡൈംസിന് ഓരോ പാരഡൈംസ്, അതായത് സൂപ്പർവൈസ്ഡ് ആദ്യം നമ്മൾ പഠിക്കും, ദെൻ സെമി സൂപ്പർവൈസ്ഡ് ഡീറ്റെയിൽ നോക്കും, അൺസൂപ്പർവൈസ്ഡ്, റെയിൻഫോഴ്സ്മെന്റ്, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന മോഡ്യൂൾസ് എല്ലാം നമ്മൾ കവർ ചെയ്യും. റൈറ്റ്, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗും ട്രഡീഷണൽ പ്രോഗ്രാമിംഗും തമ്മിൽ എന്താ വ്യത്യാസം, റൈറ്റ്. ദെൻ മെഷീൻ ലേണിംഗ് പാരഡൈംസ് എന്തൊക്കെയാണ്, ഡീറ്റെയിൽസിലല്ല, നമ്മൾ അതിന്റെ ബേസിക് ഐഡിയ മാത്രം നമ്മൾ ഈ ഫസ്റ്റ് മോഡ്യൂൾ കവർ ചെയ്യും. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് വേഴ്സസ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്, അതിന്റെ ഡെഫിനേഷൻ ആദ്യം നോക്കാം. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്താണ് നമുക്കറിയാം. A method where a programmer explicitly writes rules and logic to process input data and produce the output. പ്രോഗ്രാമിംഗ് നമ്മൾ നോർമലി ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ആണ്, നമ്മൾ കുറെ റൂൾസും ലോജിക്കും എഴുതി ഒരു ഇൻപുട്ട് കൊടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു AI-ന്റെ സബ്സെറ്റ് ആണ്. AI എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ്സെറ്റ് ആണ്. വേർ സിസ്റ്റം ലേൺസ് പാറ്റേൺ. സിസ്റ്റം എന്താണ് ചെയ്യുന്നത്, പാറ്റേൺ ലേൺ ചെയ്യും. എവിടെ നിന്ന്, ഡേറ്റയിൽ നിന്നും. റൈറ്റ്, നമ്മൾ ഡേറ്റ ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയല്ല, ഡേറ്റയിൽ നിന്നും പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. ഓൾറൈറ്റ്, അതിനുവേണ്ടി നമുക്ക് എന്ത് വേണ്ടി വരും, ഒരു മോഡൽ വേണ്ടി വരും. റൈറ്റ്, സോ മോഡൽ ക്രിയേറ്റ് ചെയ്യും. ആ മോഡൽ എന്ത് ചെയ്യും, ഈ ഡേറ്റയെ ലേൺ ചെയ്യും. റൈറ്റ്, അതിന്റെ പാറ്റേൺ ഉണ്ടാവും. ദെൻ എന്ത് ചെയ്യും, ഇറ്റ് വിൽ മേക്ക് പ്രഡിക്ഷൻസ്. റൈറ്റ്, സോ ഇതാണ് കീ പോയിന്റ് ഇവിടെ. റൈറ്റ്, നമ്മൾ എന്താണ്, ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുവല്ല യൂസിങ് സം റൂൾസ്, റാദർ ഡേറ്റയിൽ നിന്നും ചില പാറ്റേൺ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുകയാണ്, പ്രഡിക്റ്റീവ് ആണ്. നമുക്ക് പോപ്പുലർ ആയിട്ടൊരു ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം. ഞാനിപ്പോൾ 2, 4, 6, 8 എന്നിട്ട് അടുത്ത് ഞാൻ ബ്ലാങ്ക് സ്പേസ് ഇടുവാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. 2 കഴിഞ്ഞിട്ട് 4 വന്നു, 4 വന്നു 6 കഴിഞ്ഞിട്ട്. സോ വി ആർ മേക്കിംഗ് എ പാറ്റേൺ. നമുക്കറിയാം ഇതെന്താണ്, ഇതൊരു ഈവൻ നമ്പേഴ്സിന്റെ ഒരു ഫോർമുലേഷൻ ആണ്. സോ നെക്സ്റ്റ് അടുത്ത എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് പറയും 10 ആണ്. അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് എന്താണ്, ഇൻപുട്ട് തരുന്ന ഡേറ്റയിൽ നിന്നും ഡേറ്റയുടെ പാറ്റേൺ പ്രിഡിക്റ്റ് ചെയ്യും. സോ നമുക്ക് തീർച്ചയായിട്ടും 1, 2 ഡേറ്റ മാത്രം തന്നു കഴിഞ്ഞാൽ പ്രഡിക്ഷൻ പൂർ ആയിരിക്കും. സോ നമുക്ക് ഡേറ്റ സെറ്റ് എത്രത്തോളം കൂടുതലാണോ പ്രഡിക്ഷൻ അത്രത്തോളം ഷാർപ്പ് ആയിരിക്കും. റൈറ്റ്, സോ എന്താണ്, വീണ്ടും നോക്കാം. A subset of AI where system learns pattern from data and make prediction without being explicitly programmed. Right, so program explicit നമ്മൾ ചെയ്യുകയല്ല, നമ്മൾ ഡേറ്റയിൽ നിന്നും പ്രിഡിക്റ്റ് ചെയ്യണം. ഫോർ ദാറ്റ് വി നീഡ് എ മോഡൽ. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ നമുക്ക് ജസ്റ്റ് നോക്കാം. റൈറ്റ്, സോ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്തൊക്കെയാണ്, നമ്മൾ ഇൻപുട്ട് ഡേറ്റ കൊടുക്കുന്നു, ദെൻ അൽഗോരിതം എഴുതും. അത് വെച്ചിട്ട് എന്താണ്, പ്രോഗ്രാമർ ഈ അൽഗോരിതം വെച്ചിട്ട് പ്രോഗ്രാം എഴുതും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് തീർച്ചയായിട്ടും നമുക്കിത് നന്നായിട്ട് അറിയാം. റൈറ്റ്, മെഷീൻ ലേണിംഗ് എന്താ പറയുന്നത്, ട്രെയിനിങ് ഡേറ്റ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ലേബിൾ ഉണ്ടാവും, ചിലപ്പോൾ ലേബിൾ ഉണ്ടാവില്ല. റൈറ്റ്, സോ ഈ ലേബിൾ ഞാൻ ഇവിടെ ഓപ്ഷണൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ അൺസൂപ്പർവൈസ്ഡ് ലേബിൾസ് കാണത്തില്ല. ഓൾ റൈറ്റ്, അൺസൂപ്പർവൈസ്ഡ് വീക്ക്ലി സൂപ്പർവൈസ്ഡിലൊക്കെ അത്രയും ലേബിൾ പ്രോപ്പറായിട്ട് കാണണമെന്നില്ല. റൈറ്റ്, സോ ദിസ് ഈസ് എൻ ഓപ്ഷണൽ തിങ്. റൈറ്റ്, ദെൻ നമുക്കൊരു ലേണിംഗ് അൽഗോരിതം ഉണ്ടാവും. തീർച്ചയായിട്ടും ലേണിംഗ് അൽഗോരിതം ഉണ്ട്. ദെൻ ആ അൽഗോരിതം വെച്ച് വി ക്രിയേറ്റ് എ മോഡൽ. ദിസ് മോഡൽ വിൽ പ്രെഡിക്ട് ദി ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദി പാറ്റേൺ ഗിവൺ ബൈ ദി ഇൻപുട്ട് ഡേറ്റ. റൈറ്റ്, നൗ നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ പോലെ നോക്കാം. എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഈ ഡെഫിനേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യു ക്യാൻ സി. ദെൻ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, പ്രോഗ്രാമർ ലോജിക് വെച്ച് പ്രോഗ്രാം ചെയ്തിട്ട് ഔട്ട്പുട്ടിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നു. റൈറ്റ്, യു ക്യാൻ സി ഒരു എക്സാമ്പിൾ ഇതുപോലെ നമുക്ക് 19-നെക്കാളും കൂടുതലാണ് ഗ്രേഡ്. നമ്മളിത് പഠിച്ചു വെച്ചിരിക്കുകയാണ്. റൈറ്റ്, ഇത് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആണ്. യു സി മെഷീൻ ലേണിംഗ് എന്താ ചെയ്യുന്നത്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ദെൻ ഇതൊരു മോഡലാണ്. റൈറ്റ്, മോഡൽ എന്ത് ചെയ്യുന്നു, പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യും. പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഔട്ട്പുട്ടിനെ
പ്രിഡിക്റ്റ് ചെയ്യും, റൈറ്റ്. സോ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മൾ മെനി പാസ് സ്റ്റുഡൻസ് റെക്കോർഡ് വിത്ത് സ്കോർസ് ആൻഡ് ഗ്രേഡ്. പഴയ സ്റ്റുഡൻസിന്റെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ്സും അവരുടെ ഗ്രേഡ്സും നമ്മൾ നോക്കിയതിന് ശേഷം വിൽ ക്രിയേറ്റ് എ മോഡൽ, റൈറ്റ്. എന്നിട്ടൊരു പുതിയ സ്റ്റുഡന്റ് വരുവാണെങ്കിൽ നമ്മൾ പറയും ഏകദേശം ഇത്രയും ഗ്രേഡ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യണം. സിമ്പിൾ മോഡലാണ്, റൈറ്റ്. സോ ദിസ് ഇസ് മെഷീൻ ലേണിംഗ്. ഡിഫറൻസസ് എന്താണ്? തീർച്ചയായിട്ടും ട്രഡീഷണൽ സിസ്റ്റംസ് എന്താണ്, റൂൾ ബേസ്ഡ് ആണ്, റൈറ്റ്. ഒബ്വിയസ്ലി നമുക്ക് ഓരോ സെറ്റ്സ് ഓഫ് റൂൾസ് ഉണ്ട്, ആ റൂൾ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ് സിസ്റ്റം എന്താണ്, ഡേറ്റ ഡ്രിവൺ ആണ്, റൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് റൂൾ ഡ്രിവൺ, ഇറ്റ് ഈസ് ഡേറ്റ ഡ്രിവൺ. ഡേറ്റയിൽ നിന്നും പാറ്റേൺ റെക്കഗ്നൈസ് ആണ്. സോ ഡേറ്റയെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് മെഷീൻ ലേണിംഗ് സിസ്റ്റംസ് ചെയ്യുന്നത്. ട്രഡീഷണൽ അപ്രോച്ച് എന്താ ചെയ്യുന്നത്, അത് ഡിറ്റർമിനിസ്റ്റിക് ആണ്, റൈറ്റ്. നമുക്കറിയാം അത് ഡിറ്റർമൈൻ ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ ഓരോ കാര്യം നോക്കിയിട്ട് അതൊരു സ്പെസിഫിക് സ്ഥലത്തോട്ട് എത്തും എന്നുള്ള കാര്യം നമുക്ക് ഡിറ്റർമൈൻഡ് ആണ്. ML എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോബബിലിസ്റ്റിക്സ് ആണ്. പ്രോബബിലിസ്റ്റിക്സ് എന്ന് വെച്ചാൽ പ്രഡിക്ഷൻ. നമുക്കറിയാം ഇന്ന് മഴ പെയ്യോ ഇല്ലയോ, റൈറ്റ്, അങ്ങനത്തെ പ്രഡിക്ഷൻ. സോ അതെങ്ങനെയാണ്, നമ്മൾ മുകളിലോട്ട് നോക്കും, മഴ ബ്ലാക്ക് ക്ലൗഡ്സ് ആണെങ്കിൽ നമ്മൾ പറയും മഴയ്ക്ക് സാധ്യതയുണ്ട്, റൈറ്റ്. സോ വി ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർ സം ഡേറ്റ ഇൻ പ്രോബബിലിറ്റി, റൈറ്റ്. അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് എന്താണ്, പ്രോബബിലിസ്റ്റിക് ആണ്, റൈറ്റ്. ഡേറ്റയെ നോക്കിയതിന് ശേഷം ആ ഡേറ്റയുടെ പാറ്റേൺ വെച്ചിട്ട് ഒരു കാര്യത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ബേസിക്കലി എന്താണ്, പ്രോബബിലിസ്റ്റിക് മോഡലാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇൻപുട്ട് എന്താണ്, എക്സ്പ്ലിസിറ്റ് റൂൾ, റൈറ്റ്. പ്രോഗ്രാമിംഗ് യൂസർ നമ്മൾ നേരത്തെ നോക്കിയ കാര്യം തന്നെ, അതൊരു ജസ്റ്റ് ഒരു മൈൻഡ് മാപ്പ് പോലെ ഈ സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് വെച്ചിരിക്കുകയാണ്. യു ക്യാൻ റെഫർ ദിസ്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ്? തീർച്ചയായിട്ടും ട്രഡീഷണൽ പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഈസി ടു ഡീബഗ്. നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് പ്രോഗ്രാമാണ്, അതിനകത്ത് റൂൾസും റെഗുലേഷൻസും ലോജിക് മാത്രമേ ഉള്ളൂ, റൈറ്റ്. പിന്നെ എന്താണ്, ആ റൂൾസിനനുസരിച്ച് അത് എപ്പോഴും ബിഹേവിയറിനെ പ്രിഡിക്റ്റ്. സോ ദാറ്റ് മീൻസ് പ്രിഡിക്റ്റഡ് ബിഹേവിയർ ആണ്. എപ്പോഴും നമുക്ക് പ്രിഡിക്റ്റബിൾ ആയിട്ട് അറിയാൻ പറ്റും. ആ റൂൾസിനനുസരിച്ച് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. ഇതിനകത്ത് ഡേറ്റ കുറച്ച് മതി, റൈറ്റ്. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, നോട്ട്സ് കോംപ്ലക്സ് പ്രോബ്ലത്തിലൊന്നും ഇത് നടക്കത്തില്ല, പ്രോപ്പറായിട്ട് നടക്കുക. ദെൻ ഇതിനകത്ത് മാനുവൽ എഫേർട്ട് ഒരുപാട് കൂടുതലാണ്, കാരണം എല്ലാ റൂൾസും നമ്മൾ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. പിന്നെ എന്താണ്, അഡാപ്റ്റബിലിറ്റി വളരെ പൂറാണ്. ഒരു പുതിയ എൻവയറമെന്റിൽ അത് അഡാപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ മെഷീൻ ലേണിംഗ് എന്താണ്, കോംപ്ലക്സ് പ്രോബ്ലത്തെ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത്, ഡേറ്റയെ എപ്പോഴും ഇംപ്രൂവ് ചെയ്യും, റൈറ്റ്. ദെൻ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും എന്താണ്, ഓട്ടോമേറ്റഡ് ആണ്, റൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സം റൂൾ റാദർ ദാൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ മോഡൽ ആൻഡ് ഹൗ ഇറ്റ് ലേൺസ്, റൈറ്റ്. ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും മെഷീൻ ലേണിംഗിന്റെ? ഓബ്വിയസ്ലി ഒരുപാട് ഡേറ്റ വേണ്ടി വരും, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്താണ്, സ്പേസിന്റെ ഒരു പ്രോബ്ലം വരും. സ്പേസ് കോംപ്ലക്സിറ്റി വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ ചില സമയത്ത് നമുക്ക് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഇന്റർപ്രറ്റ്, റൈറ്റ്. അങ്ങനെയും വരാം. കാരണം മറ്റേന്ന് പറയുമ്പോൾ ജസ്റ്റ് പ്രോഗ്രാമിംഗിന്റെ കോഡും ലോജിക്കും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതങ്ങനെയല്ല, ഇതൊരു ലേണിംഗ് കർവ് ഉണ്ട്. എപ്പോഴും ഒരു എന്താണ്, ബാക്ക് പ്രൊപ്പഗേഷൻ നമ്മൾ നോക്കും. ഇത് വെച്ചിട്ട് എപ്പോഴും ലേൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, റൈറ്റ്. സോ ഇറ്റ് സംടൈംസ് ബിക്കം ഹാർഡ് ഫോർ ഹ്യൂമൻസ് ടു ഇന്റർപ്രറ്റ്. ദെൻ ട്രെയിനിങ് സമയം ഹൈ ആണ്, റൈറ്റ്. നമ്മൾ നോക്കും എന്താണ്, നമ്മൾ ഡേറ്റയെ ട്രെയിൻ ചെയ്തതിന് ശേഷം പുതിയ ഡേറ്റ വരുമ്പോൾ ആ ട്രെയിൻ ഡേറ്റയിൽ നിന്നും ഡേറ്റ എടുത്തിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ ട്രെയിനിങ് ടൈം വളരെയധികം കൂടുതലാണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഹൈ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അഗെയിൻ ഇത് വേരിയസ് ഡൊമൈൻസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സപ്പോസ് ഇമെയിലിൽ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് നോക്കുവാണെങ്കിൽ യൂസസ് പ്രീ ഡിഫൈൻഡ് റൂൾസ് ആൻഡ് കീവേഡ്സ് ടു ഐഡന്റിഫൈ ആൻഡ് ബ്ലോക്ക് സ്പാം, റൈറ്റ്. ചില കീവേഡ്സും കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുള്ളൂ. മെഷീൻ ലേണിംഗ് എന്താ ചെയ്യുന്നത്, ലേൺസ് ഫ്രം ഡേറ്റ ടു ഐഡന്റിഫൈ സ്പാം മെയിൽസ്, റൈറ്റ്. ഇതിനകത്ത് നമുക്ക് ആദ്യമേ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ കീവേഡ്സ് നമ്മൾ ആദ്യമേ കൊടുക്കും. ഇങ്ങനത്തെ കീവേഡ്സ് വരുവാണെങ്കിൽ ബ്ലോക്ക് ചെയ്യണം. പക്ഷെ മെഷീൻ ലേണിംഗ് അങ്ങനെയാണ്. സോ ട്രഡീഷണൽ മെത്തേഡിൽ ചിലപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കീവേഡ്സിന്റെ ഒരു സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ട്രഡീഷണൽ മെത്തേഡിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇമെയിൽ ബഗ് ഇടുന്ന ആൾക്കാർ എന്ത് ചെയ്യും, വേറെ കീവേഡ്സ് യൂസ് ചെയ്യും, റൈറ്റ്. അപ്പൊ എന്താ നമ്മൾ മെഷീൻ ലേണിംഗ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റയാണ് അനലൈസ് ചെയ്യുന്നത്. അങ്ങനത്തെ സിമിലർ ടൈപ്പ് ഓഫ് ഡേറ്റിന് ഒരുപാട് കിട്ടുവാണെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡൽ വിൽ ലേൺ ബൈ ഇറ്റ് സെൽഫ് ദാറ്റ് ദിസ് ഈസ് സ്പാം, റൈറ്റ്. അതാണ് മെഷീൻ ലേണിംഗിന്റെ അഡ്വാൻറ്റേജ്. സെക്യൂരിറ്റി ഡൊമൈനിൽ നമുക്ക് നോക്കാം ട്രഡീഷണൽ മെത്തേഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. റിലൈസ് ഓൺ സ്റ്റാറ്റിക് റൂൾസ് ആൻഡ് സിഗ്നേച്ചേഴ്സ് ടു ഡിറ്റക്ട് ത്രെഡ്സ്, റൈറ്റ്. സ്റ്റാറ്റിക് ആയിട്ട് റൂൾസും ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സും ഉണ്ടാവും ത്രെറ്റിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി. മെഷീൻ ലേണിംഗ് എന്താണ്, ഫ്രോഡ് ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ അഗെയിൻ അനലൈസിങ് ദ പാറ്റേൺ ആൻഡ് ഡിറ്റക്ട്സ് ഫ്രോഡലന്റ് ആക്ടിവിറ്റീസ് ഇൻ റിയൽ ടൈം, റൈറ്റ്. ഇതിന് നമുക്ക് എന്താണ് മോഡൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അഗെയിൻ ഹെൽത്ത് കെയറിൽ നോക്കിയ ഫോളോസ് പ്രീ ഡിഫൈൻഡ് ലോജിക് ആൻഡ് ത്രെഷോൾഡ്സ് ഫോർ ഡയഗ്നോസിസ്. പക്ഷെ ഡിസീസ് പ്രെഡിക്ഷനിൽ എങ്ങനെയാണ് മെഷീൻ ലേണിംഗിൽ ലേൺസ് ഫ്രം പേഷ്യന്റ് ഡേറ്റ ടു പ്രെഡിക്ട് ഡിസീസസ്.
early and improve outcomes, right? So ഒരു ഹ്യൂമൻ നോക്കിയിട്ട് ഒരു പാറ്റേൺ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ മെഷീൻ ലേണിംഗ് ചെയ്യും. സോ തീർച്ചയായിട്ടും എന്താണ് ഡോമിനന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് തന്നെയാണ്, റൈറ്റ്? വൈ? ബിക്കോസ് ഇറ്റ് ലേൺസ് ഫ്രം ഡേറ്റ, അഡാപ്റ്റ്സ് ഓവർ ടൈം ആൻഡ് ഇംപ്രൂവ്സ് ആക്യുറസി, റൈറ്റ്? പക്ഷെ ട്രഡീഷണൽ മെത്തേഡ് എന്താ ചെയ്യുന്നത്? എപ്പോഴും ഇറ്റ് ഫോളോസ് ഫിക്സ്ഡ് റൂൾസ് ആൻഡ് ലോജിക്. നൗ മെഷീൻ ലേണിംഗ് പാരഡൈംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് അതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, റൈറ്റ്? ഡെഫിനേഷൻ ആദ്യം നമുക്ക് നോക്കാം. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഇസ് എ മെഷീൻ ലേണിംഗ് പാരഡൈം ഇൻ വിച്ച് ദ മോഡൽ ഈസ് ട്രെയിൻഡ് യൂസിങ് ലേബിൾഡ് ഡേറ്റ, റൈറ്റ്? നമുക്ക് എന്തുണ്ടാവും? ഡേറ്റ എപ്പോഴും ലേബിൾ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ടാവും. അതാണ് സൂപ്പർവൈസ്ഡ് എന്ന് പറയുന്നത്. സൂപ്പർവിഷൻ ഉണ്ട് ഒരാളുടെ, റൈറ്റ്? നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ എല്ലാം ലേബിൾ ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? നമുക്ക് നോക്കാതെ ഉണ്ടാവും. In labeled data, the input is provided and the correct output is also provided, right? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഈ ഡെഫിനേഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം ഈ ലേബിൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. The machine learns the relationship between input and output and uses this knowledge to make predictions on new data. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു മോഡൽ സപ്പോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്? മോഡലാണിത്, റൈറ്റ്? സപ്പോസ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് ആൻഡ് ഈ മോഡൽ പ്രിഡിക്റ്റ് ചെയ്യുവാണ് ഹാൻഡ് റൈറ്റിങ്സ്. ഓക്കെ, അപ്പൊ ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നു വിചാരിച്ചോ, റൈറ്റ്? സോ നൗ ഇതെന്ന് പറയുമ്പോൾ യു ക്യാൻ സീ ഇതൊരു നമ്മുടെ ബ്രെയിൻ നോക്കുമ്പോഴത്തേക്കും ഈനോട് ഒരു റിസംബ്ലൻസ് ഉണ്ട്, റൈറ്റ്? നമ്മൾ ക്യാപിറ്റൽ ഇ ഇങ്ങനെ എഴുതും, റൈറ്റ്? ചിലപ്പോൾ ഇങ്ങനെ എഴുതും, റൈറ്റ്? സോ ഇതിനോടൊരു റിസംബ്ലൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഇൻപുട്ട് ഞാൻ ഈ മോഡലിൽ കൊടുക്കുവാണെങ്കിൽ മോഡൽ പറയും ഇ ആണ്, ചിലപ്പോൾ മോഡൽ തെറ്റിച്ച് പറയും, റൈറ്റ്? സോ ഇത് എങ്ങനെയാണ് പഠിക്കുന്നത്? ഒരുപാട് ഇതുപോലെ ഹാൻഡ് റിട്ടൺസ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഈ മോഡൽ ആദ്യം ലേൺ ചെയ്യും, പാറ്റേൺ മനസ്സിലാക്കി എടുക്കും, റൈറ്റ്? അപ്പൊ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി എന്താണ് ആദ്യം ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് ഇതുപോലത്തെ ഈ ഇങ്ങനെ കുറേ മോഡൽസ്, കുറേ ഡേറ്റ ഇങ്ങനെ കൊടുക്കും, റൈറ്റ്? എന്നിട്ട് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഇത് തെറ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും നോ, ഞാൻ ഉദ്ദേശിച്ചത് ഈ തന്നെയാണ്. സോ ഇതിന് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും, റൈറ്റ്? സോ നമ്മൾ ഇൻപുട്ടും കൊടുക്കും, അത് അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയും നോ, ഇത് തെറ്റായിട്ട് പ്രഡിക്റ്റ്, നമ്മൾ പറയും നോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഔട്ട്പുട്ടും കൂടെ പ്രൊവൈഡഡ് ആണ്. സോ ദാറ്റ് മെഷീൻ ലേൺസ് ഇൻ എ സൂപ്പർവിഷൻ മോഡൽ, റൈറ്റ്? സൂപ്പർവൈസ് തന്നെ അതായത് നമ്മളൊരു സൂപ്പർവിഷൻ ഉണ്ട് അതിനകത്ത്, റൈറ്റ്? സോ ഇത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും, റൈറ്റ്? സോ ഇൻപുട്ടും കൊടുക്കും, അറ്റ് ദ സെയിം ടൈം കറക്റ്റ് ഔട്ട്പുട്ടും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും, അയ്യോ ഇത് കറക്റ്റ് ഔട്ട്പുട്ട് ഇതായിരുന്നു, പക്ഷെ ഞാൻ പ്രിഡിക്റ്റ് ചെയ്തത് ഇതാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് പാരഡൈം ഈസ് കോൾഡ് ആസ് ദി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സോ ബേസിക് ഐഡിയ എന്താണ്? ദ മെഷീൻ ലേൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ് ദാറ്റ് ഓൾറെഡി കണ്ടെയ്ൻ കറക്റ്റ് ആൻസേഴ്സ്, റൈറ്റ്? സോ എങ്ങനെയാണ് ഇത് ലേൺ ചെയ്യുന്നത്? ആദ്യം നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് ഔട്ട്പുട്ട് വരുന്നില്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്കുണ്ടാവും. ദെൻ ആ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ലേൺ ചെയ്യും. ഇറ്റ് ഈസ് സിമിലർ ടു എ സ്റ്റുഡന്റ് ലേണിംഗ് ഫ്രം എ ടീച്ചർ യൂസിങ് സോൾവ്ഡ് എക്സാമ്പിൾസ്. ദിസ് ഇസ് ദി എക്സാമ്പിൾ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, റൈറ്റ്? നമുക്ക് സപ്പോസ് ട്രെയിനിങ് ഡേറ്റ ഉണ്ട്, എല്ലാം ലേബിൾഡ് ആണ്, റൈറ്റ്? യു ക്യാൻ സി വി ഹാവ് ഡേറ്റ ഓഫ് സം സ്റ്റുഡൻസ് വിത്ത് ദെയർ സ്റ്റഡി അവേഴ്സ്. ഇത് 2 മണിക്കൂർ പഠിച്ചു, 4 മണിക്കൂർ, 6 hours, 8 hours, 10 hours, right? So mark obtained 2 hours പഠിച്ച ആൾക്ക് 35 marks, 4 hours പഠിച്ച ആൾക്ക് 55 marks, so on, right? So എന്ത് ചെയ്തു? The machine learns the relationship between study hours and marks from this data. Now what the model learns? Model എങ്ങനെ പഠിക്കും? More study hours, that means higher marks. ഇതൊരു പാറ്റേൺ അതിന് മനസ്സിലായി, റൈറ്റ്? കാരണം ഈ പാറ്റേൺ നമുക്ക് നോക്കി തന്നെ ഇതിനാണ് നമ്മൾ സ്പെസിഫിക് കോഡൊന്നും എഴുതിയില്ല, ക്ലിയർ ആയിട്ട് ആ മോഡലിന് മനസ്സിലായി ഇതാണെന്നുള്ള കാര്യം, റൈറ്റ്? ഇനി ഒരു പുതിയ പ്രിഡിക്ഷൻ, ഇഫ് എ ന്യൂ സ്റ്റുഡന്റ് സ്റ്റഡീസ് ഫോർ 5 hours, ഈ 5 hours ഇവിടെ എങ്ങും തന്നിട്ടില്ല, റൈറ്റ്? സോ ദ മോഡൽ എന്ത് ചെയ്യും? മോഡൽ ക്യാൻ പ്രെഡിക്ട് ദ മാർക്സ്. എങ്ങനെ? യു ക്യാൻ സി 5 hour ഏകദേശം ഒരു 60-65 ആയിരിക്കും എന്നുള്ള ഒരു പ്രഡിക്റ്റഡ് മാർക്സ് നമുക്ക് പറയും ഈ ഒരു ഡേറ്റ വെച്ചിട്ട്. ഇത് തെറ്റുമായിരിക്കാം, ശരിയായിരിക്കാം, റൈറ്റ്? സോ കീ ഐഡിയ എന്താണ്? ഗിവ് സം ഡേറ്റ, സ്റ്റഡി അവേഴ്സ് ആണ്, ഇതിനെ ലേബിൾ ഡേറ്റ എന്ന് പറയും. ദ മോഡൽ ലേൺസ് ദ പാറ്റേൺ ആൻഡ് പ്രെഡിക്ട്സ് ദി മാർക്സ് ഫോർ എ ന്യൂ അല്ലെങ്കിൽ അൺസീൻ സ്റ്റഡി അവർ, റൈറ്റ്? ഇതാണ് ഇതിന് നമ്മൾ റിഗ്രഷനും കൂടെ നമ്മൾ പറയും. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. നൗ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. വി ക്യാൻ സി ദിസ് ഇസ് ക്ലാസിഫിക്കേഷൻ, റൈറ്റ്? ഇതൊരു വേറെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഇതിനകത്ത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും, റൈറ്റ്?
നമ്മൾ ഒന്നോ രണ്ടോ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. സി, ഇവിടെ നമ്മൾ സ്പാമും നോൺ സ്പാമും നമ്മളൊരു ഇമെയിലിന്റെ കാര്യം പറയുവാണെങ്കിൽ സ്പാം മെയിൽ, നോട്ട് സ്പാം മെയിൽ എന്ന് രണ്ട് കാറ്റഗറി ഉണ്ട്, റൈറ്റ്? സോ എന്താ നമ്മുടെ മോഡൽ ചെയ്യുന്നത്? മോഡൽ ഐദർ കാറ്റഗറൈസസ് റൈറ്റ് a particular mail into spam or not spam, right? So training data എന്താ പറയുന്നത്? സി, നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ ഇമെയിൽ വരുവാണ്, വിൻ എ ഫ്രീ ലോട്ടറി now, റൈറ്റ്? അപ്പൊ എന്താണ് അത് സ്പാം ആണ്? ഓൾറെഡി ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളത് പഠിക്കുവാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ എ ഫ്രീ ഐഫോൺ, റൈറ്റ്? ഇതും സ്പാം ആണ്. ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ആണ്, റൈറ്റ്? മീറ്റിംഗ് അറ്റ് 5 in the conference, ഇത് സ്പാം അല്ല. പ്രോജക്ട് റിപ്പോർട്ട് അറ്റാച്ച്, പ്ലീസ് ചെക്ക്, സ്പാം അല്ല. ലിമിറ്റഡ് ടൈം ഓഫർ, ബൈ നൗ ആൻഡ് ഗെറ്റ് 50% ഡിസ്കൗണ്ട്, ഇതൊരു സ്പാം ആയിട്ട് കണക്കാക്കും, റൈറ്റ്? സോ എന്താണ് ഇനി മോഡൽ എന്താണ് ലേൺ ചെയ്യുന്നത്? പാറ്റേൺ മനസ്സിലായി. എന്താണ് ഫ്രീ, വിൻ, ഓഫർ, ഡിസ്കൗണ്ട്, പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക്, പിന്നെ അതുപോലെ ക്ലിക്ക്, ക്ലെയിം, നൗ, ഇതെല്ലാം എന്താണ്? സസ്പീഷ്യസ് ആണ്. ഇതെല്ലാം എന്താണ്? ഇത് സ്പാം എന്ന കാറ്റഗറി, അത് പഠിക്കുവാണ്. പാറ്റേൺ ഓഫ് സ്പാം. പാറ്റേൺ ഓഫ് നോൺ സ്പാം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ലാംഗ്വേജസ്, എങ്ങനെ മീറ്റിംഗ്സ്, പ്രോജക്ട്സ്, റിപ്പോർട്ട്, സ്കെഡ്യൂൾ, അതുപോലെ പ്രോപ്പർ ഗ്രീറ്റിംഗ്സ് ആൻഡ് സിഗ്നേച്ചേഴ്സ്, നോൺ സെൻഡേഴ്സ് ആൻഡ് സേഫ് ലിങ്ക്സ്, ഇതെല്ലാം എന്താണ്? ഒരു നോട്ട് സ്പാം ഇന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്തു? മോഡൽ അതിനെ മനസ്സിലാക്കിയെടുത്തു. ഇനി എന്ത് ചെയ്യുവാണ്? പ്രഡിക്റ്റ് ചെയ്ത്, പ്രഡിക്ഷൻ അല്ല പ്രഡിക്ഷൻ ആണ്, ഇവിടെ തെറ്റിപ്പോയതാണ്. Now, ന്യൂ ഇമെയിൽ വരുമ്പോഴത്തേക്ക് സപ്പോസ് സബ്ജക്ട് ലിമിറ്റഡ് ടൈം ഓഫർ, ഗെറ്റ് 70% എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ സി ഇത് എങ്ങും ഇല്ല. ദിസ് പർട്ടിക്കുലർ എന്താണ് മെയിൽ ഈസ് നോട്ട് ഹിയർ. ഇതിനകത്ത് എവിടെയും നമ്മൾ ആ ട്രെയിനിങ്ങിൽ കൊടുക്കുന്ന സമയത്ത് എങ്ങും ഇല്ല. എന്നാൽ പോലും അതിന് പാറ്റേൺ അറിയാം, അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇറ്റ് വിൽ പ്രെഡിക്ട് ദാറ്റ് ദിസ് ഈസ് സ്പാം. സോ നമ്മൾ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ കാര്യം, ഇതെന്താണ് ഇതിന്റെ ഇതെന്താണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുവാണ്, റൈറ്റ്? സ്പാം, നോട്ട് സ്പാം, സ്പാം ആണോ നോട്ട് സ്പാം ആണോ ക്ലാസിഫൈ ചെയ്യുവാണ്, റൈറ്റ്? സോ ദിസ് ഇസ് ബേസ്ഡ് ഓൺ വാട്ട്? ദിസ് ഇസ് ബേസ്ഡ് ഓൺ ലേബിൾഡ് ഇമെയിൽസ്. ഇവിടെ നമ്മൾ സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ടെക്നിക്സ്, സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുക. സോ വാട്ട് ക്യാൻ വി ടേക്ക് അവേ ഫ്രം ദിസ് പർട്ടിക്കുലർ പോയിന്റ്? ദ മോഡൽ ലേൺസ് ഫ്രം ലേബിൾഡ് ഇമെയിൽസ് ആൻഡ് പ്രെഡിക്ട്സ് ദ ലേബിൾ ഫോർ ന്യൂ ഇമെയിൽസ്. ഇത്രയാണ് നമ്മൾ ഇതിന് നമ്മൾ എന്ത് പറയും? ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. ദിസ് ഇസ് ദ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഇൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് വേർ ദ ഔട്ട്പുട്ട് ഇസ് എ കാറ്റഗറി, സ്പാം ഓർ നോട്ട്. റിഗ്രഷനിൽ എന്തായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്? റിഗ്രഷനിൽ നമ്മൾ നോക്കിയത് നമ്മൾ പുതിയ ഒരു കാര്യത്തെ പ്രഡിക്റ്റ് ചെയ്യുവാണ്. പുതിയൊരു കാര്യത്തെ നമ്മൾ ഒരു വാല്യൂ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. അതിനെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ഫോർവേഡ്, എങ്ങനെയാണ് ഒരു സൂപ്പർവൈസ്ഡ് അഗൈൻ നമുക്ക് നോക്കാം, സോ ദാറ്റ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സി, നമുക്ക് ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഇത് നമ്മൾ ലേൺ ചെയ്യുവാണ്. x1 കൊടുത്തു, y1 ഔട്ട്പുട്ട് ആണ്, x2, y2 ഇൻപുട്ട് ഔട്ട്പുട്ട്, x3 ഇൻപുട്ട്, y3 ഔട്ട്പുട്ട്. ഇതുപോലെ നമ്മൾ കുറേ സോ ഇൻപുട്ട് പ്ലസ് കറക്റ്റ് ഔട്ട്പുട്ട് ആണ് നമ്മുടെ ലേബിൾ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത്. ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ദെൻ വാട്ട് നമ്മൾ ഇതിനകത്ത് ഇൻപുട്സ് എല്ലാം കൊടുക്കും, ഇതെല്ലാം ഔട്ട്പുട്ട്സ് അത് പഠിച്ചെടുക്കും. അത് മോഡൽ ഫൈൻഡ്സ് പാറ്റേൺസ് ആൻഡ് ലേൺസ് ഹൗ ഇൻപുട്സ് ആർ റിലേറ്റഡ് ടു ഔട്ട്പുട്ട്. പ്രിഡിക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? പുതിയൊരു ന്യൂ അൺസീൻ ഡേറ്റ വരും, മോഡൽ നോക്കും, എന്നിട്ട് ആ പാറ്റേൺ വെച്ചിട്ട് എന്ത് ചെയ്യും? അത് ഔട്ട്പുട്ടിനെ പ്രിഡിക്റ്റ് ചെയ്യും. മോഡൽ യൂസസ് ലേൺ നോളജ് ടു പ്രിഡിക്റ്റ് ദി കറക്റ്റ് ഔട്ട്പുട്ട്, റൈറ്റ്? സോ എങ്ങനെയാണ് സമ്മറി ചെയ്യുകയാണെങ്കിൽ ട്രെയിനിങ് ഡേറ്റ ഉണ്ട്, ലേണിംഗ് പ്രോസസ് ഉണ്ട്, പ്രഡിക്ഷൻ ഉണ്ട്, റൈറ്റ്? ഇനി ആപ്ലിക്കേഷൻസ്, ഒബ്വിയസ്ലി ഫേസ് റെക്കഗ്നിഷൻ ഒരു ആപ്ലിക്കേഷൻ ആണ്, റൈറ്റ്? യൂസ് ടു ഐഡന്റിഫൈ വെരിഫൈ എ പേഴ്സൺസ് ഐഡന്റിറ്റി ഫ്രം ആൻ ഇമേജ് ഓർ വീഡിയോ, റൈറ്റ്? സോ നമ്മൾ എന്താണ് ഒരുപാട് ഡേറ്റ സെറ്റ് ഇങ്ങനെ കൊടുത്ത് അത് പാറ്റേൺ മനസ്സിലാക്കും, പുതിയൊരു ഫേസ് വരുമ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യും, റൈറ്റ്? നൗ ഡിസീസ് ഡിറ്റക്ഷൻ എങ്ങനെയായിരിക്കും? ന്യൂമോണിയ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും, കാരണം നമ്മൾ ഇതുപോലെ കുറേ എക്സ്റേസ് നമ്മൾ കൊടുക്കും, റൈറ്റ്? എന്നിട്ട് ആ എക്സ്റേസ് വെച്ച് അത് പഠിച്ചെടുക്കും. എന്നിട്ട് നമുക്ക് പുതിയ ഒരു എക്സ്റേ വരുമ്പോഴത്തേക്കും ബേസ്ഡ് ഓൺ ദി പ്രീവിയസ് എക്സ്റേസ് വിച്ച് ഇറ്റ് ഹാസ് ലേൺ, പുതിയ എക്സ്റേന്റെ നമുക്ക് എന്താണ് ന്യൂമോണിയയുടെ പ്രഡിക്ഷൻ പറഞ്ഞു തരും. അതുപോലെ വെതർ പ്രഡിക്ഷനും യൂസ് ടു പ്രഡിക്ട് വെതർ കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, റെയിൻഫോൾ, ഹ്യൂമിഡിറ്റി ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ. പഴയ ഡേറ്റ വെച്ചിട്ട് എന്താണ് പഠിച്ചെടുത്തിട്ട് പുതിയൊരു ഡേറ്റേനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് പ്രഡിക്റ്റ് ചെയ്യും, മഴ പെയ്യോ, ടെമ്പറേച്ചർ എത്രയായിരിക്കും, ഓൾ ദോസ് തിങ്സ്. ഹൗസ് പ്രൈസ് പ്രിഡിക്ഷനും അതുപോലത്തെ ഒരു എക്സാമ്പിൾ ആണ്, റൈറ്റ്? നമ്മൾ പഴയ കുറേ ഡേറ്റ എടുത്തതിന് ശേഷം ആ ലൊക്കേഷൻ, സിറ്റിയും, ഇത്രയും സ്ക്വയർ ഫീറ്റിന് എത്ര പ്രൈസ് ആണ്, റൈറ്റ്? വർഷങ്ങളായിട്ട് എത്ര പ്രൈസ് കൂടി, അതിനനുസരിച്ച് എന്താണ് നമുക്ക് ഇപ്പോഴത്തെ പ്രൈസും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്പീച്ച് റെക്കഗ്നേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും.
റൈറ്റ്. ഇപ്പം നമ്മൾ ചാറ്റ് ജിപിടി സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ സിരിയിലോ അലക്സയോട് സംസാരിക്കുന്ന പോലെയൊക്കെ നമുക്ക് എന്താണ് നമ്മൾ ഒരു സെന്റൻസ് പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കും എന്താ പറയുന്നുള്ള കാര്യം, റൈറ്റ്. കാരണം എന്താണ്, അത് അതുപോലത്തെ സിമിലർ വേർഡ്സ് കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്താണ് നമ്മൾ എന്താ പറയുന്ന ടോൺ എന്താണ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എല്ലാം അത് മനസ്സിലാക്കിയെടുക്കും. ദിസ് ഈസ് ഓൾസോ an application of supervised learning. Now, takeaway is widely used in areas where we have labeled data and want the model to predict the accurate outputs. അതാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി ഡേറ്റ തന്നിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, പുതിയൊരു ഡേറ്റയിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുവാണ്, റൈറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സെമി സൂപ്പർവൈസ് അല്ലെങ്കിൽ സെമൈ സൂപ്പർവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും, ഒബ്വിയസ്ലി നമ്മൾ സെമൈ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് ലേബിൾഡ് ഉണ്ടാവും, പിന്നെ കുറെ എണ്ണം ലേബിൾഡ് ആയിരിക്കത്തില്ല, റൈറ്റ്. അതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്, റൈറ്റ്. So semi-supervised learning is a machine learning paradigm in which the model is trained using a small amount of labeled data and a large amount of unlabeled data. കുറച്ച് ലേബിൾ ഡേറ്റ ഉണ്ട്, പക്ഷെ കുറെ അൺലേബിൾഡ് ഡേറ്റ ഉണ്ട്. പക്ഷെ അപ്പൊ ഈ കുറച്ച് ലേബിൾ ഡേറ്റനെ വെച്ചിട്ട് ഈ കുറെ അൺലേബിൾഡ് ഡേറ്റനെ പഠിച്ചെടുക്കും. അതാണ് എന്താണ് സെമൈ സൂപ്പർവൈസ്ഡ് ഡേറ്റ പറയുന്നത്. മറ്റേ എന്തായിരുന്നു, സൂപ്പർവൈസ്ഡിൽ മൊത്തം ഡേറ്റ ലേബിൾഡ് ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് മാത്രമേ കൊടുക്കുള്ളൂ. എന്നിട്ട് അതിനെ വെച്ചിട്ട് ഈ അൺലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റനെ അത് പഠിച്ചെടുത്തിട്ട് പിന്നെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. So it combines the advantage of both supervised learning and unsupervised learning. Unsupervised learning നമ്മൾ പഠിക്കും, ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അത് വരും. Unsupervised, there is no label which you are providing, right? So ഇതിനകത്ത് നമ്മൾ എന്താണ്, സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ അഡ്വാൻറ്റേജസും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ അഡ്വാൻറ്റേജ് രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്, റൈറ്റ്. Now you can see basic idea എന്താണ്. In many real world situations, labeled data is limited because labeling requires time. Obviously, human effort and money എല്ലാം വേണ്ടി വരും. നമ്മൾ കുറേ ഡേറ്റനെ എടുത്ത് അതിനെ ലേബിൾ ചെയ്ത് ഒരു 5 ലക്ഷം ഡേറ്റനെ എടുത്തിട്ട് ലേബിൾ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ടും വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്, വളരെ എന്തുവാണ്, ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അൺലേബിൾഡ് ഡേറ്റ ഈസിലി അവൈലബിൾ ആണ്, റൈറ്റ്. അപ്പോൾ ഇഫ് ദർ ഇസ് എ മോഡൽ വിച്ച് ക്യാൻ ലേൺ അൺലേബിൾഡ് ഡേറ്റ, നമ്മൾ എന്ത് പ്രിഫർ ചെയ്യുള്ളൂ, അൺലേബിൾഡ് ഡേറ്റ ലേൺ ചെയ്യുന്ന മോഡലിനെ നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ, റൈറ്റ്. റാദർ ദാൻ സ്പൂൺ ഫീഡിങ് ദ ഡേറ്റ ടു എന്താണ് ദ മോഡൽ, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയിരിക്കും. പക്ഷെ സെമൈ സൂപ്പർവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഡേറ്റ നമ്മൾ കൊടുക്കും ട്രെയിൻഡ് ആവാൻ വേണ്ടി, ദെൻ അൺലേബിൾഡ് ആയിട്ടുള്ള അതിനെ പഠിച്ചിട്ട് അതൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യും, റൈറ്റ്. സോ a few labeled examples to guide the learning process, that's it, and many unlabeled example to improve the, ഇതാണ് അതിന്റെ ബേസിക് ഐഡിയ, റൈറ്റ്. ഇപ്പൊ നമ്മളൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ പഠിപ്പിക്കുവാണ്, മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾ എന്താണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ട് നമ്മൾ ഒരു എക്സസൈസ് മൊത്തം സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത് അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ അത് മൊത്തം സോൾവ് ചെയ്യും, റൈറ്റ്. എന്നാൽ നമ്മൾ അത്രയും വീക്ക് ആയിട്ടുള്ള ലേണർ ആണെങ്കിൽ നമ്മൾ എന്താണ്, മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തും അതിന്റെ ഓരോ എക്സാമ്പിൾസും നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത എക്സസൈസ് മൊത്തം പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും, ഒരു സ്ലോ ലേണർ ആണെങ്കിൽ, റൈറ്റ്. സോ ആ എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ആവും, റൈറ്റ്. സോ സെമൈ സൂപ്പർവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് മാത്രം, റൈറ്റ്, അതിന് ആ പ്രോസസ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം. യു ക്യാൻ സി ലേബിൾ ഡേറ്റ നമുക്ക് എന്താണ്, 100 ലേബിൾഡ് കാറ്റ്സ് ഉണ്ട്, അതിനകത്ത് 50 കാറ്റിന്റെ ഇമേജ് ഉണ്ട്, റൈറ്റ്. ദെൻ 50 ഡോഗ്സിന്റെ ഇമേജ് ഉണ്ട്, പക്ഷെ 10,000 അൺലേബിൾഡ് ഡേറ്റ ഉണ്ട്. സോ എന്ത് ചെയ്യും, കാറ്റിന്റെ ഇത്രയും ഇമേജ് അത് സ്റ്റഡി ചെയ്ത് ദെൻ അൺലേബിളിനെ നമ്മൾ പഠിച്ച അനുസരിച്ച് അതിനെ മാച്ച് ചെയ്തിട്ട് ഇതിനെ ലേൺ ചെയ്യും, അതുപോലെ തന്നെ ഡോഗിനെയും. ദെൻ എന്ത് ചെയ്യും, ദെൻ പുതിയ ഒരു ഇമേജ് വരുവാണെങ്കിൽ അത് ഡോഗ് ആണോ കാറ്റ് ആണോ അത് പ്രൊഡിക്റ്റ് ചെയ്യും, റൈറ്റ്. യു ക്യാൻ സി മോഡൽ ലേൺസ് 100 ലേബിൾഡ് ഇമേജസ്, ദെൻ ഇനീഷ്യൽ മോഡൽ ഉണ്ടാവും. ആ ഇനീഷ്യൽ മോഡൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ 10,000 അൺലേബിൾഡ് മോഡൽസിനെയും പഠിച്ചെടുക്കും. ദെൻ എന്താണ്, മോഡൽ ബിക്കംസ് മോർ അക്യുറേറ്റ് ഇൻ ഐഡന്റിഫൈ കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, റൈറ്റ്. സോ എന്താണ് ഐഡിയ, ദ ഫ്യൂ ലേബിൾഡ് ഇമേജസ് ടീച്ച് ദ മോഡൽ, the many unlabeled images help the model learn better patterns and improve accuracy. So എന്താ ബേസിക്കലി പറയുന്നത്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സ്മോൾ ലേബിൾഡ് ഡേറ്റ പ്ലസ് ലാർജ് അൺലേബിൾഡ് ഡേറ്റയാണ് നമ്മൾ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയാം. അഡ്വാൻറ്റേജസ് എന്താണ്, ഒബ്വിയസ്ലി ലേബലിംഗ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ, നേരത്തെ നോക്കിയ പോലെ. പിന്നെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, റൈറ്റ്. അൺസൂപ്പർവൈസ്ഡിനേക്കാളും കുറച്ചുകൂടെ ആക്യുറസി കിട്ടും. ദെൻ യൂസ്ഫുൾ വെൻ ലേബിൾ ഡേറ്റ ഇസ് ലിമിറ്റഡ്, ലേബിൾ ഡേറ്റ ഇല്ല എങ്കിൽ എന്താണ് അത് യൂസ്ഫുൾ ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്താണ്, ട്രെയിനിങ് ഒബ്വിയസ്ലി കുറച്ചുകൂടെ കോംപ്ലക്സ്, മറ്റേന്ന് പറയുമ്പോൾ ഒറ്റ തവണ ചെയ്താൽ മതി, റൈറ്റ്. ഇതെന്ന് പറയുമ്പോൾ ട്രെയിനിങ് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ഇൻകറക്റ്റ് അൺലേബിൾഡ് പാറ്റേൺസ് മേ അഫക്ട് ആക്യുറസി, അൺലേബിൾഡ് ആയിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പാറ്റേൺ റെക്കഗ്നേഷൻ അത് എഫക്ട് ചെയ്യും, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്.
ഒബ്വിയസ്ലി ആപ്ലിക്കേഷൻസ് എല്ലാം സിമിലർ തന്നെയാണ്, റൈറ്റ്. നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ എല്ലാ ഫീൽഡിലും നമ്മൾ കുറച്ച് ലേബിൾ മാത്രം കൊടുക്കുന്നെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാം 3 പാരഡൈംസിലും 4 പാരഡൈംസിലും സെയിം തന്നെയാണ്. അൺസൂപ്പർവൈസ്ഡ് എന്താ പറയുന്നത്? അൺസൂപ്പർവൈസ്ഡ് നമ്മൾ ഒന്നും എല്ലാം അൺലേബിൾഡ് ഡേറ്റ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അപ്പോൾ ഹൗ ഡസ് ദി മെഷീൻ ലേൺസ് അല്ലേ? അതെങ്ങനെ മനസ്സിലാവും? നമ്മളൊന്നും കൊടുക്കാതെ അതിന് എങ്ങനെ മനസ്സിലാവും? അതൊരു നല്ലൊരു ചോദ്യമാണ്. അതാണ് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ബ്യൂട്ടി എന്ന് പറയുന്നത്, റൈറ്റ്. സോ unsupervised learning, it requires unlabeled data, right? Only input data is provided, correct outputs are not available. The machine tries to identify hidden patterns, relationship or structures from the data on its own, right? അത് അവിടം വരെ നമ്മൾ അഡ്വാൻസ് ആയി കഴിഞ്ഞു, റൈറ്റ്. സോ ബേസിക് ഐഡിയ എന്താണ്? ദ മെഷീൻ ലേൺസ് വിതൗട്ട് ഗൈഡൻസ് ഓർ കറക്റ്റ് ആൻസേഴ്സ്. ഇറ്റ് അനലൈസസ് ദി ഡേറ്റ ആൻഡ് ഫൈൻഡ് സിമിലാരിറ്റീസ് ഓർ പാറ്റേൺസ് ഓട്ടോമാറ്റിക്കലി. Now see, you can see ഇതിനകത്ത് ഇൻപുട്ട് ഡേറ്റ ഇതിനെല്ലാം അൺലേബിൾഡ് ആണ്, റൈറ്റ്. കസ്റ്റമർ ഡേറ്റ വിതൗട്ട് എനി ലേബിൾസ്. കസ്റ്റമർ ഐ ഡി ഉണ്ട്, ഏജ് ഉണ്ട്, സാലറി നമുക്കുണ്ട്, മേടിച്ച പ്രോഡക്ട്സ് ഇതൊക്കെയാണ്, റൈറ്റ്. ആൻഡ് കസ്റ്റമർ 2 ഇന്ന പ്രോഡക്ട്സ് ആണ് മേടിച്ചത്, കസ്റ്റമർ 3 ഇന്ന പ്രോഡക്ട്സ് ആണ് മേടിച്ചത്. അപ്പൊ എന്താണ്? ഈ പ്രോഡക്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അത് ഡേറ്റ കണ്ടുപിടിക്കാൻ ശ്രമിക്കുവാണ്. ഇതിനകത്ത് എന്തെങ്കിലും കോറിലേഷൻസ് ഉണ്ടോ? അപ്പൊ മനസ്സിലായി. സെഗ്മെന്റ് 1 എന്ന് പറയുമ്പോഴത്തേക്കും ലോ സാലറി ബൈ ഗെയിമിംഗ്, ഹെഡ്ഫോൺസ് ആൻഡ് ഫാഷൻ ഐറ്റംസ്, റൈറ്റ്. അപ്പൊ അതെന്തായിരിക്കും? അത് സ്റ്റുഡൻസ് ആയിരിക്കും, റൈറ്റ്. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ സാലറി ബൈ മൊബൈൽസ്, ലാപ്ടോപ്സ്, വാച്ചസ്. അതെന്തായിരിക്കും? ചിലപ്പോൾ പ്രീമിയം കസ്റ്റമേഴ്സ് ആയിരിക്കും. അടുത്ത എന്താണ്? ഹൗസ് ഹോൾഡ് ഐറ്റംസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ അത് പ്രെഡിക്റ്റ് ചെയ്യുവാണ്. ദാറ്റ് എന്താണ്? അത് സെഗ്മെന്റ് 3 ആണ്. ഫാമിലീസ് ആണ് അത് കൂടുതലും ഇത് ചെയ്യുന്നത്. സോ ഹൗ ഇറ്റ് ഹെൽപ്സ്? ഇത് ഈ മേടിക്കുന്ന പ്രോഡക്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? ദ മെഷീൻ ഫൈൻഡ്സ് പാറ്റേൺസ് ആൻഡ് സിമിലാരിറ്റീസ് ഇൻ ദ ഡേറ്റ. അത് വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ ആണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ. അല്ലാതെയും എന്താണ്? ഡേറ്റ മാത്രം കിട്ടിയിട്ട് അതിനെന്താണ് ഈസി ആയിട്ട് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും ബേസ്ഡ് ഓൺ സർട്ടൻ ക്രൈറ്റീരിയ ആൻഡ് പാറ്റേൺസ്. എങ്ങനെയാണെന്നാണ് എനിക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റേണ്ടത്. ദെൻ അതെന്ത് ചെയ്യും? അതിനെ വീണ്ടും അതിനെ തന്നെ ലേൺ ചെയ്ത് പുതിയൊരു ഡേറ്റ വരുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ ഈസിലി ക്ലാസിഫൈ, റൈറ്റ്. നോക്കാം മെനി കസ്റ്റമേഴ്സ് വിത്ത് ഡിഫറെന്റ് ബിഹേവിയേഴ്സ്, റൈറ്റ്. ആൻഡ് മെഷീൻ അനലൈസസ് ഡേറ്റ ആൻഡ് ഫൈൻഡ്സ് പാറ്റേൺസ്, ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ്സ് ഗ്രൂപ്സ്. Then എന്ത് ചെയ്യുന്നു? കമ്പനി യൂസസ് ദീസ് സെഗ്മെന്റ്സ് ഫോർ ബെറ്റർ മാർക്കറ്റിംഗ് ആൻഡ് റെക്കമെൻഡേഷൻസ്, റൈറ്റ്. സോ എന്താണ്? നമുക്ക് ഡേറ്റ മാത്രം നമുക്ക് കിട്ടിയുള്ളൂ. നമുക്ക് കുറെ എന്താണ് ഹെഡ്ഫോൺസും അതുപോലെ ടീഷർട്ട്സ് ഇതെല്ലാം നമുക്ക് കിട്ടും. നമ്മൾ എന്ത് പറയും? ഈ പർട്ടിക്കുലർ കാറ്റഗറി എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റുഡൻസിന്റെ കാറ്റഗറി ആയിരിക്കും. പിന്നെ നമുക്ക് അടുത്തെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും മൊബൈൽ ഫോൺസും വാച്ച് ആൻഡ് നൗ സി. ഇത് നമുക്ക് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ മെജോറിറ്റി ആണ് നമ്മളിവിടെ പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയിൽ എന്താണ്? പിള്ളേർ ഡൈപ്പേഴ്സും മിൽക്ക് ബോട്ടിൽസും അങ്ങനെയൊക്കെ നമ്മൾ എന്ത് പറയും? ഒബ്വിയസ്ലി ഒരു ബിടെക് സ്റ്റുഡന്റ് അത് വന്ന് മേടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? അതിനെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽ എന്ത് ചെയ്യും? അതിനെ മൂന്നാമത്തെ സെഗ്മെന്റിലോട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യും, റൈറ്റ്. നൗ ഇതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി അഡ്വാൻറ്റേജ് എന്താണ്? ലേബിൾ ഡേറ്റിന്റെ ആവശ്യമില്ല. തന്നെത്താനെ ഹിഡൻ പാറ്റേൺസ് മനസ്സിലാക്കിയെടുക്കും. ഒരുപാട് ലാർജർ ഡേറ്റ സെറ്റിന് ഇത് യൂസ്ഫുൾ ആണ്. കാരണം ലേബിൾ ഒന്നുമില്ല. അപ്പോൾ മാനുവൽ ലേബിളിംഗ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ചിലപ്പോൾ ആക്യുറസി വളരെ പാടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. റിസൾട്ട്സ് ചില സമയത്ത് അൺക്ലിയർ ആയിരിക്കും, ആംബിഗ്വസ് ആയിരിക്കും. ലെസ് കൺട്രോൾഡ് കമ്പയർ ടു അത് അത്രയും കൺട്രോൾ ഇല്ല ഒബ്വിയസ്ലി. കാരണം സൂപ്പർവിഷനിലാണ് നമ്മൾ കറക്റ്റ് ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്, കറക്റ്റ് ഔട്ട്പുട്ടും കൊടുക്കുന്നുണ്ട്. സോ കൺട്രോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ ഇവിടെ കൺട്രോൾ പ്രോപ്പർ ആയിരിക്കത്തില്ല. ഒബ്വിയസ്ലി ആപ്ലിക്കേഷൻ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണ്. യു ക്യാൻ ഈസിലി ഇത് വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Reinforcement എന്ന് പറയുമ്പോൾ is a machine learning paradigm in which an agent learns by interacting with the environment. ഒരു ഏജന്റ് ഉണ്ടാവും, റൈറ്റ്. ഒബ്വിയസ്ലി ഇത് ഏജന്റിന്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. വരുന്ന മോഡ്യൂൾസിൽ നമുക്ക് എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ നമ്മൾ നോക്കും. സോ തിങ്ക് ആസ് ആൻ ഏജന്റ്. ഒരു മോഡലിൽ ഏജന്റ് ഉണ്ട്. ആൻഡ് ഏജന്റ് എന്ത് ചെയ്യും? എൻവയറമെന്റിനെ നോക്കും. നമുക്ക് അതിന് ഡേറ്റ പോലും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഏജന്റ് ഒരു കാര്യത്തെ നോക്കിയിട്ട് എന്നിട്ടാണ് ആൻഡ് ഏജന്റ് പെർഫോംസ് ആക്ഷൻസ് ആൻഡ് റിസീവ് റിവാർഡ് ഫോർ കറക്റ്റ് ആക്ഷൻസ് ആൻഡ് പെനാൽറ്റി ഫോർ റോങ് ആക്ഷൻസ്, റൈറ്റ്. ഒരു കാര്യത്തെ ഒരു ഏജന്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല കാര്യമാണെങ്കിൽ അതിന് റിവാർഡ് ചെയ്യും,
മോശം കാര്യമാണെങ്കിൽ റോങ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് അതിന് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. സോ യൂസിങ് ദീസ് റിവാർഡ്സ് ആൻഡ് പെനാൽറ്റീസ് ദ മെഷീൻ ഗ്രാജുവലി ലേൺസ് ദ ബെസ്റ്റ് പോസിബിൾ ആക്ഷൻ. റൈറ്റ്, കുറച്ച് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സോ ഇൻ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ദ മെഷീൻ ലേൺസ് ടു ട്രയൽ ആൻഡ് എറർ. ബേസിക്കലി ഇതാണ് പറയുന്നത്. ദ ഗോൾ ഓഫ് ദ ഏജന്റ് ഇസ് ടു മാക്സിമൈസ് റിവാർഡ്സ് ആൻഡ് മിനിമൈസ് പെനാൽറ്റീസ്. റൈറ്റ്. സോ നമ്മൾ എന്താണ്, നമ്മൾ ഒരു ഏജന്റ് പുറത്തെ എൻവയറമെന്റിൽ നിന്ന് നോക്കി അതിന് ഡേറ്റ പോലും കൊടുക്കണ്ട, പുറത്തെ എൻവയറമെന്റ് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യും. ആ ആക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, വി ഗിവ് റിവാർഡ് ഇഫ് ദ ആക്ഷൻ ഇസ് ട്രൂ. അപ്പൊ അതിന് മനസ്സിലാവും ഇപ്പൊ ഞാൻ ചെയ്ത കാര്യം ബെറ്റർ ആയിരുന്നു. സോ അതിനെ ലേൺ ചെയ്തെടുക്കും. പെനാലിറ്റീസ് വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചെയ്ത കാര്യം തെറ്റായിപ്പോയി, ചിന്തിച്ച കാര്യം തെറ്റായിപ്പോയി. അപ്പൊ എന്താണ്, അതിനനുസരിച്ച് അത് അൺലേൺ ചെയ്യും. റൈറ്റ്. സോ ബേസിക്കലി ഒരു പിള്ളേർ പഠിക്കുന്ന പോലെ, റൈറ്റ്, ഇപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യുവാണ്, ഇപ്പൊ ഒരു ചെറിയ കൊച്ച് എന്തെങ്കിലും വെള്ളം എടുത്ത് താഴെ നിലത്ത് വീഴ്ത്തില്ലെങ്കിൽ ഒരു കാര്യം എടുത്ത് പൊട്ടിച്ചു, റൈറ്റ്, നമ്മൾ ആ കുട്ടീനെ നമ്മൾ ചെറുതായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പൊ അതിന് മനസ്സിലാവും ത്രോയിങ് തിങ്സ് അത് തെറ്റാണ്. റൈറ്റ്. പക്ഷെ സപ്പോസ് നല്ലൊരു കാര്യം ചെയ്ത് നമ്മൾ അതിന് റിവാർഡ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടിക്ക് മനസ്സിലാവും നല്ല കാര്യം. സോ ഇൻ ദ സിമിലർ ഫാഷൻ എന്താണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് പറയുന്നത്, വി ഡു നോട്ട് പ്രൊവൈഡ് എനി ഡേറ്റ. ദ ഏജന്റ് ടേക്സ് ഡേറ്റ ഫ്രം ദി എൻവയറമെന്റ് ആൻഡ് ഡസ് സം ആക്ഷൻസ്, and based on that action it gets rewards and penalties. Penalties minimize ആവുമ്പോൾ റിവാർഡ്സ് മാക്സിമൈസ് ആവുമ്പോഴത്തേക്കും ഏജന്റിന് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നർത്ഥം. റൈറ്റ്. സോ ദിസ് ഇസ് കോൾഡ് ആസ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. യു ക്യാൻ സീ ഏജന്റ് സെൽഫ് ഡ്രൈവിംഗ് കാറിൽ, റൈറ്റ്, ആക്ഷൻസ് എന്താണ്, സ്റ്റേ ഇൻ ലെയിൻ, അവോയ്ഡ് ഓബ്സ്റ്റക്കിൾ, ഫോളോ ട്രാഫിക് റൂൾസ്, ഇത്രയും ആക്ഷൻസ് ഉണ്ട്. റൈറ്റ്. നൗ 10 points നമുക്ക് എന്താണ്, റിവാർഡ് ഇസ് ഗിവൻ ഇഫ് ദി കറക്റ്റ് ആക്ഷൻ ഇസ് ടേക്കൻ ആൻഡ് മൈനസ് 10 points ഇസ് ഗിവൻ വെൻ പെനാൽറ്റി ഇസ് ഗിവൻ. റൈറ്റ്. റോങ് ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ -10 കൊടുക്കും. റൈറ്റ്. അതിനനുസരിച്ച് അത് ലേൺ ചെയ്യും. ആഫ്റ്റർ മെനി അറ്റംപ്റ്റ്സ് ദ കാർ ലേൺസ് ദ ബെസ്റ്റ് ഡ്രൈവിംഗ് സ്ട്രാറ്റജി. റൈറ്റ്. കാരണം എന്താണ്, തെറ്റായ ഒരു ആക്ഷൻ ഒരു ലെയിൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, നമ്മൾ അതിന് -10 points കൊടുക്കും. അപ്പൊ അത് മനസ്സിലാവുമോ എന്റെ പെനാൽറ്റി വന്നിരിക്കുകയാണ്. നൗ അത് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റ്. ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് പോയിന്റ് കിട്ടുമ്പോഴത്തേക്ക് 10 points. ദെൻ ഇറ്റ് വിൽ ലേൺ ദാറ്റ് ഈ ലെയിൻ ഇസ് പ്രോപ്പർ ലെയിൻ. അപ്പൊ എന്താണ്, അതിന് നമ്മൾ കുറെ പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. നൗ അത് പ്രോപ്പർ ആയിട്ട് ഒരു ഓവർ പീരിയഡ് ഓഫ് ടൈം ഒരുപാട് റിവാർഡ്സ് കിട്ടുവാണ്. അതിന്റെ അർത്ഥം എന്താണ്, അത് പ്രോപ്പർ ലേണിംഗ് കർവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്. നൗ car learns and tries again in new situations. പുതിയ എൻവയറമെന്റ്, റോഡും ട്രാഫിക്സ് ഒബ്സ്റ്റക്കിൾസ് എല്ലാം വന്ന് പുതിയ സിറ്റുവേഷനിലൂടെ അത് പഠിച്ചെടുക്കും. റൈറ്റ്. സോ അഗെയിൻ ആക്ഷൻസ് ഉണ്ടാവും, ദെൻ നമ്മൾ വീണ്ടും റിവാർഡ്സും പെനാൽറ്റീസും കൊടുക്കും. ഇൻ ദിസ് വേ ഇറ്റ് ലേൺസ്. സോ എന്താണ് അതിന്റെ ഫ്ലോ, കാർ ഒബ്സർവ്സ് ദി എൻവയറമെന്റ്, ടേക്സ് ആക്ഷൻ, ഗെറ്റ്സ് റിവാർഡ്സ് ഫോർ കറക്റ്റ് ഓർ പെനാൽറ്റി ഫോർ റോങ്, learns from experience, then improves performance. ഇതെല്ലാം തന്നെത്താനെയാണ് നടക്കുന്നത്. We are not giving any sort of labeled or unlabeled data to the model. Right. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. Obviously advantages എന്താണ്, യൂസ് ഫോർ കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസ്, കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്യും അതിന്റെ പെർഫോമൻസ്. റൈറ്റ്. ലേൺസ് ഒപ്റ്റിമൽ സ്ട്രാറ്റജീസ് ഓട്ടോമാറ്റിക്കലി, തന്നെത്താനെയാണ് സ്ട്രാറ്റജി എല്ലാം പഠിക്കുന്നത്. ഡിസഡ്വാൻറ്റേജ് ഓബ്വിയസ്ലി ട്രെയിനിങ് ക്യാൻ ടേക്ക് ലോങ് പീരിയഡ് ഓഫ് ടൈം, കാരണം നമ്മളൊന്നും സൂപ്പർവൈസ് ചെയ്യുന്നില്ല, തന്നെ പഠിക്കുവാണ്. റിക്വയർസ് ലാർജ് കോമ്പ്യൂട്ടേഷണൽ റിസോഴ്സസ് ഓബ്വിയസ്ലി. ദെൻ ഇൻകറക്റ്റ് റിവാർഡ്സ് മേ ലീഡ് ടു പുവർ ലേണിംഗ്. നമ്മൾ ചിലപ്പോൾ ഇതും വലിയൊരു ഡ്രോബാക്ക് ആണ്. റൈറ്റ്. ചിലപ്പോൾ അത് തെറ്റായ ഒരു ആക്ഷൻ ആയിട്ട് എടുക്കുന്നത്, പക്ഷെ നമ്മൾ റിവാർഡ് ചെയ്തു. റൈറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ റിവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, പുവർ ലേണിംഗ് ആയിരിക്കും അതിന് കിട്ടാൻ പോകും. സോ ദാറ്റ് ഈസ് ഓൾസോ എ പൊട്ടൻഷ്യൽ ഡിസഡ്വാൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. റൈറ്റ്. ഇനി ആപ്ലിക്കേഷൻ ഓബ്വിയസ്ലി സെൽഫ് ഡ്രൈവിംഗ് കാർ ഇപ്പൊ നമ്മൾ നോക്കി. ദെൻ റോബോട്ടിക്സ് മേഖലയിൽ ഇത് വളരെ പോപ്പുലർ ആണ്. റൈറ്റ്. ഇറ്റ് ലേൺസ് ഫ്രം ഇറ്റ്സ് എൻവയറമെന്റ്. ഗെയിം പ്ലേയിങ് AIസിലും റോബോട്ട് നാവിഗേഷനിലും ട്രാഫിക് കൺട്രോൾ സിഗ്നൽസിലും ഇതെല്ലാത്തിനും നമ്മൾ എന്താണ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വെയർ ദ ഏജന്റ് ലേൺസ് ബൈ ഇറ്റ്സ് ഓൺ. അതാണ് നമ്മുടെ ഐഡിയ. റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ and thank you for watching.